സുവിശേഷ ഭാഷ്യം അൽമായ വീക്ഷണത്തിൽ 2025 മെയ് 4 ഉയിർപ്പ് 3-ാം ഞായർ. ഏശയ്യായുടെ പുസ്തകം 56-ാം അധ്യായം 1 മുതൽ 7 വരെ വാക്യങ്ങൾ. ശ്ലീഹ അധ്യായം 5 34 മുതൽ 42 വരെ വാക്യങ്ങൾ. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 3 മുതൽ 14 വരെ വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 14 വരെ വാക്യങ്ങൾ. അറിഞ്ഞ വഴികൾ, അറിയാത്ത വഴികൾ. രചന അഡ്വക്കേറ്റ് ലിറ്റോ പാലത്തിങ്കൽ. ആഖ്യാനം റജിൻ ജോർജ്. ആശയ വ്യക്തതയാണ് യേശുവിൻ്റെ അനന്യത. തൻ്റെ ലക്ഷ്യവും മാർഗവും രണ്ടാവില്ല, അവയെന്നും എപ്പോഴും ഒന്നാണ് എന്ന നിലപാട് അതിൻ്റെ ഭാഗമാണ്. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും, എങ്ങനെയും കാര്യം നേടിയാൽ മതി എന്ന ചിന്ത മറ്റു പല ചിന്താധാരകളിലുമുണ്ട്. എന്നാൽ ലക്ഷ്യവും മാർഗവും ഒരേപോലെ പ്രധാനമാണ്, രണ്ടും ഒരേപോലെ ശുദ്ധവും സത്യവുമാവണം എന്ന യേശുവിൻ്റെ മതം അസന്നിഗ്ധമാണ്. ക്രിസ്തുമതത്തെ സ്വീകരിക്കാൻ തയ്യാറുള്ളവർ സ്വജീവിതത്തിൽ സഞ്ചരിക്കേണ്ടത് ഏത് വഴിയിലൂടെയാണ് എന്നാണ് യേശു ഈ സുവിശേഷ ഭാഗത്തിൽ വ്യക്തമാക്കുന്നത്. യോഹന്നാൻ 12-ാം അധ്യായം മുതൽ ആരംഭിക്കുന്ന യേശുവിൻ്റെ അവസാനത്തെ ആഴ്ച 20-ാമത്തെ അധ്യായത്തിലെ ഉയർപ്പിൽ ചെന്നെത്തും വരെ വായിക്കുക. വാക്കും പ്രവൃത്തിയും ഒന്നാകുന്ന യേശുവിൻ്റെ കഠിന ജീവിത പരീക്ഷണങ്ങളാണ് അവിടെ കാണുക. വിവിധ തലങ്ങളിലും ആഴങ്ങളിലും തൻ്റെ ജീവിത ലക്ഷ്യങ്ങൾ നീണ്ട സംസാരങ്ങളിലൂടെ ഇതിനിടയിൽ യേശു തുടർച്ചയായി വെളിപ്പെടുത്തുന്നു. അതിൽ പ്രധാനമാണ് യോഹന്നാൻ 14-ാം അധ്യായം. അറിയുക. പല കാര്യങ്ങൾ അറിയുന്നതിനെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. യേശു പോകുന്നിടത്തേക്കുള്ള വഴിയും പോകുന്നത് എവിടേക്കാണെന്നും അറിഞ്ഞാൽ മാത്രമേ നമ്മൾ യേശുവിനെ അറിയുകയുള്ളൂ. യേശുവിനെ അറിഞ്ഞാൽ മാത്രമേ നമ്മൾ പിതാവിനെ അറിയുകയുള്ളൂ. അതായത് ഇതൊക്കെ അറിയാനുള്ള ശ്രമങ്ങളാണ് ദൈവത്തിലേക്കുള്ള യാത്രയിൽ നമുക്ക് വഴികാട്ടികളാകുക എന്നും ഇവിടെ യേശു വ്യക്തമാക്കുന്നു. ഫിലിപ്പോസിനോട് യേശു ചോദിക്കുന്നു, ഇക്കാലമത്രയും ഞാൻ നിങ്ങളോട് കൂടി ആയിരുന്നിട്ടും ഫിലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? ഈ ചോദ്യം ക്രിസ്ത്യാനിയായി ജീവിക്കുന്ന എല്ലാവരോടുമുള്ള ചോദ്യമാണ്. നമുക്ക് ജീവിതത്തിൽ യേശുവിനെ കാണാൻ കഴിയുന്നുണ്ടോ? യേശു പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. അപ്പോൾ യേശുവിൽ നാം വിശ്വസിക്കുന്നുണ്ടോ എന്നറിയാൻ ഒരു കാര്യം നോക്കിയാൽ മതി. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ യേശു ചെയ്യുന്ന പ്രവൃത്തികളാണോ അല്ലയോ? നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് ദൈവമാണെങ്കിൽ ആ പിതാവ് തൻ്റെ പ്രവൃത്തികൾ നമ്മിലൂടെ ചെയ്യും. അതായത് നമ്മുടെ പ്രവൃത്തികൾ നമ്മിൽ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കും. നമ്മുടെ പ്രവൃത്തികൾ യേശുവിന് സമാനമല്ലെങ്കിൽ യേശുവിനെ അറിയുമോ, നന്നായി അറിയുമോ എന്നൊക്കെ സ്വയം ചോദിക്കാൻ നാം തയ്യാറാവണം. വഴി, സത്യം, ജീവൻ. ഹീബ്രുവിലെ ദറഖ് എന്ന വാക്കിന് വഴി എന്നതിനോടൊപ്പം ജീവിതശൈലി എന്നും അർത്ഥമുണ്ട്. നമ്മുടെ ജീവിതം ദൈവത്തിലേക്കാണ് നീളുന്നതെങ്കിൽ അതിന് യോജിക്കുന്ന ജീവിതശൈലി നമുക്കുണ്ടാകാതെ പറ്റില്ല. നമ്മുടെ ജീവിതം സത്യത്തെ മുറുകെ പിടിക്കുന്നതാണെങ്കിൽ അതിന് യേശുവിൻ്റെ ജീവൻ്റെ വിലയുണ്ടാകും. വഴിയും സത്യവും ജീവനും ഒന്നാകുന്നത് അപ്പോഴാണ്. പലതരം വഴികളെ നമുക്കറിയാം. എളുപ്പവഴി, സൂത്രവഴി, നേരായ വഴി, വളഞ്ഞ വഴി, കുറുക്കുവഴി. ഇതിൽ നിന്ന് വ്യത്യസ്തമായി കരുണയുടെ വഴിയും ത്യാഗത്തിൻ്റെ വഴിയും സഹനത്തിൻ്റെ വഴിയുമാണ് യേശുവിൻ്റെ വഴികൾ. ഈ വഴികൾ അതിൽ തന്നെ സത്യമുള്ളതും ജീവനുള്ളതുമാണ്. അതൊരു ജീവിത ശൈലിയാണ്. ആ ശൈലി നമ്മുടെ ജീവിതത്തിൽ ഉറപ്പാക്കുകയും ആ വഴി തന്നെ ജീവിതമാക്കി മാറ്റുകയുമാണ് നാം ചെയ്യേണ്ടത്. അപ്പോൾ വഴിയും സത്യവും ജീവനും ഒന്നാകും. അതാണ് യേശുവിലേക്കുള്ള വഴിയും പിതാവിലേക്കുള്ള യേശുവിൻ്റെ വഴിയും. ആ വഴിയിൽ യാത്ര ചെയ്യുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നാം ചോദിച്ചാൽ യേശു അത് നമുക്ക് തരും. അതായത് യേശുവിനോട് പ്രാർത്ഥിക്കുന്നവൻ യേശുവിലേക്കുള്ള വഴിയിൽ നിന്നിട്ട് വേണം ആവശ്യങ്ങൾ പറയുവാൻ. നമ്മൾ പോകേണ്ട ദിക്കിലേക്കുള്ള വാഹനത്തിലാണോ നാം യാത്ര ചെയ്യുന്നതെന്ന് നാം ഇടയ്ക്കിടെ സ്വയം പരിശോധിക്കുന്നത് നല്ലതല്ലേ? മറ്റൊരു ലക്ഷ്യത്തിലേക്ക് വഴിതെറ്റിപ്പോകുന്ന സാഹചര്യത്തിൽ നിന്ന് യേശുവിൻ്റെ ജീവിത വഴിയിലേക്ക് നമുക്ക് തിരികെ എത്താം. അവനിലെ സത്യത്തെയും
അവൻ നൽകുന്ന ജീവനെയും സ്വീകരിക്കാം. അങ്ങനെ അവൻ്റെ ശിഷ്യനാകാം. സുവിശേഷ ഭാഷ്യം അൽമായ വീക്ഷണത്തിൽ 2025 മെയ് 4. ഉയിർപ്പ് 3-ാം ഞായർ. അറിഞ്ഞ വഴികൾ, അറിയാത്ത വഴികൾ. രചന അഡ്വക്കേറ്റ് ലിറ്റോ പാലത്തിങ്കൽ. കേരള ഹൈക്കോടതി അഭിഭാഷകനും സാമൂഹ്യ പ്രവർത്തകനുമാണ് ലേഖകൻ. ആഖ്യാനം രജിൻ ജോർജ്.